നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 3-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അഥവാ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നാളെ ഞായറാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും. ജൂലൈ 6-ന് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ജൂലൈ 7-ാം തീയതി എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തെ വായ്പാ വിവരങ്ങൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില മാറ്റങ്ങളുമായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം ബാങ്കുകളും അതോടൊപ്പം തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളുടെയൊക്കെ തന്നെ വായ്പാ തിരിച്ചടവ് വിവരങ്ങൾ മാസത്തിലൊരിക്കൽ മാത്രമായിരുന്നു സിബിൽ, എക്സ്പീരിയൻ തുടങ്ങിയ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾക്ക് കൈമാറിയിരുന്നത്. എന്നാൽ RBIയുടെ പുതിയ സർക്കുലർ പ്രകാരം ഈ രീതി പൂർണ്ണമായി മാറുകയാണ്. ഇനി മുതൽ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ആഴ്ചയിലൊരിക്കൽ, അതായത് മാസത്തിൽ 4 തവണ ഉപഭോക്താക്കളുടെ സാമ്പത്തിക വിവരങ്ങളൊക്കെ തന്നെ ക്രെഡിറ്റ് ബ്യൂറോകളുമായിട്ട് പങ്കുവയ്ക്കണം. സാധാരണയായിട്ട് എല്ലാ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ അതിന് മുൻപോ ബാങ്കുകൾ ഈ വിവരങ്ങൾ കൈമാറണമെന്നാണ് നിർദ്ദേശം. ഈ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം 1 മുതൽ 5 ദിവസത്തിനകം ക്രെഡിറ്റ് ബ്യൂറോകൾ ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് സ്കോർ പുതുക്കുകയും വേണം. പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ വായ്പാ തിരിച്ചടവുകളിലെ നേട്ടങ്ങളും കോട്ടങ്ങളും അതിവേഗം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ലോൺ പൂർണ്ണമായി അടച്ചു തീർത്താൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ പ്രതിഫലിക്കാനായിട്ട് മുൻപ് 1 മാസം വരെ കാത്തിരിക്കണമായിരുന്നുവെങ്കിൽ ഇനി മുതൽ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ സ്കോർ ഉയരുകയും പുതിയ ലോണുകളൊക്കെ തന്നെ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതേ വേഗത തിരിച്ചടവ് മുടങ്ങുന്നവർക്കും ഉണ്ടാകും എന്നത് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മുൻപ് EMI തീയതി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ വൈകി പണമടച്ചാലും അത് സിബിൽ സ്കോറിനെ പെട്ടെന്ന് ബാധിച്ചിരുന്നില്ല. എന്നാൽ പുതിയ നിയമപ്രകാരം EMI അടയ്ക്കുന്നതിലോ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളിലോ വീഴ്ച വരുത്തിയാൽ ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താഴേക്ക് പോകും. ചുരുക്കത്തിൽ, സാമ്പത്തിക അച്ചടക്കമുള്ളവർക്കും വലിയ നേട്ടവും തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്നവർക്ക് വലിയ തിരിച്ചടിയും നൽകുന്നതാണ് RBIയുടെ ഈ ഒരു പുതിയ പരിഷ്കാരം. അതുകൊണ്ട് തന്നെ വായ്പ എടുക്കുന്നവർ തങ്ങളുടെ EMIകൾ കൃത്യസമയത്ത് തന്നെ അടച്ചു തീർക്കാനായിട്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുകയും പകരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ BBG റാംജി പദ്ധതി ഈ മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പല ആളുകൾക്കും വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട്. എന്നാൽ നിലവിലെ തൊഴിൽ കാർഡുകളുടെ കാലാവധി അവസാനിക്കുന്നില്ലെന്നും പുതിയ പദ്ധതിയുടെ കാർഡ് ലഭിക്കുന്നത് വരെ KYC അപ്ഡേറ്റ് ചെയ്ത നിലവിലെ കാർഡുകൾ തന്നെ തുടർന്ന് ഉപയോഗിക്കാമെന്നും ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രതിവർഷം 100 പ്രവർത്തനങ്ങളായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ പദ്ധതിയിൽ അത് 125 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ദിവസവേതനം 401 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പദ്ധതിയുടെ കേന്ദ്ര വിഹിതത്തിൽ വലിയ വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുണ്ട്. മുൻപ് കൂലി ചെലവിൻ്റെ 100% കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ 60% മാത്രമേ കേന്ദ്രം നൽകുകയുള്ളൂ. ബാക്കി 40% തുക അത് സംസ്ഥാന സർക്കാർ തന്നെ കണ്ടെത്തേണ്ടതായിട്ട് വരും. മുൻപ് UPA സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് പിന്നീട് വിപുലമാക്കിയ പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പഴയ പദ്ധതി പ്രകാരം കേരളത്തിൽ വ്യക്തികളുടെ കർഷക ഭൂമിയിൽ ഭൂനികുതി രസീത് ഹാജരാക്കിയാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ പുതിയ BBG റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികളൊക്കെ തന്നെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. പകരം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും മുൻഗണന. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വകാര്യ വ്യക്തികളുടെ വീട് നിർമ്മാണ ജോലികൾക്ക് അനുമതിയുണ്ടായിരിക്കും. ഈ പുതിയ പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവർത്തികളുടെ ഒരു കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലായിട്ടാണ് ഈ പ്രവർത്തികൾ വരുന്നത്.
അംഗനവാടികൾ, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങൾ, പൊതുവിശ്രമ പന്തലുകൾ, അതോടൊപ്പം തന്നെ സർക്കാർ സ്കൂളുകൾ എന്നിവയുടെയൊക്കെ തന്നെ ചുറ്റുമതിൽ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ കനാലുകളും അതോടൊപ്പം തന്നെ ഓവുചാലുകളും ഒക്കെ തന്നെ വൃത്തിയാക്കൽ, മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള ഭിത്തികൾ, അതുപോലെ തന്നെ ചെറിയ തടയണകൾ, തണ്ണീർത്തട സംരക്ഷണം, മഴക്കുഴികൾ, കുഴൽക്കിണർ പുനരുദ്ധാരണം, അതോടൊപ്പം തന്നെ വനവൽക്കരണം, കാട്ടുതീ തടയൽ, ഗ്രാമീണ റോഡ് നിർമ്മാണം എന്നിവയും ഈ പട്ടികയിലുണ്ട്. മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനമുണ്ടാക്കുന്ന പദ്ധതികളും ഇതിൻ്റെ ഭാഗമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ കർഷകർക്കും കാർഷിക സംരംഭകർക്കും വലിയൊരു ആശ്വാസവും പിന്തുണയും നൽകുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AIF പദ്ധതിയെക്കുറിച്ചാണ്. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% പലിശ സബ്സിഡി ലഭിക്കും എന്നതാണ്. ഇതിലൂടെ സാധാരണ പലിശ നിരക്കിൽ നിന്നും വലിയൊരു ഇളവ് കർഷകർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിലും ഉപരിയായിട്ട് 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് യാതൊരുവിധ അധിക ഈട്, അതായത് കൊളട്രൽ സെക്യൂരിറ്റി ഗ്യാരണ്ടിയോ നൽകേണ്ടതില്ല എന്നതും സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് വലിയൊരു കൈത്താങ്ങാണ്. വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ കോൾഡ് സ്റ്റോറേജുകൾ, മറ്റ് കാർഷിക വികസന പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന കർഷകർക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖകളുമായിട്ടോ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ തുകയുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു സുപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 രൂപ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചതായിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. പടിപടിയായി തുക ഉയർത്തുന്ന രീതിക്ക് പകരമായിട്ട് ഒറ്റയടിക്ക് 1000 രൂപയുടെ ഒരു വർധനവാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ഒരു വാഗ്ദാനത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും അതിനായിട്ടുള്ള പ്രാരംഭ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചതായിട്ടും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പെൻഷൻ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ പുതിയ മാറ്റം ബാധകമായിരിക്കും. അതായത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ഓട്ടോമാറ്റിക്കായി 3000 രൂപയായിട്ട് ഉയർന്നു എത്തുന്നതാണ്. ഇതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കും ഇതേ നിരക്കിൽ തന്നെയായിരിക്കും ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുക. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് പെൻഷൻ വിതരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് വളരെ കർശനമായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ സർക്കാർ നടത്തി വരുന്നത്. മുൻപ് ചില പെൻഷൻ പദ്ധതികളിൽ ഫീൽഡ് തല പരിശോധനകൾ കൃത്യമായി നടന്നിട്ടുണ്ടാകില്ല എങ്കിൽ ഇനി മുതൽ പുതിയ അപേക്ഷകളിലെല്ലാം തന്നെ കൃത്യമായ ഭൗതികതല പരിശോധനകൾ, ഫീൽഡ് വെരിഫിക്കേഷൻ സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അപേക്ഷകരുടെ സാഹചര്യമൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തി ബോധ്യപ്പെട്ട ശേഷമായിരിക്കും പെൻഷൻ അപ്രൂവ് ചെയ്യുക. ഇത്തരത്തിൽ അപ്രൂവൽ ലഭിച്ചതായുള്ള ഔദ്യോഗികമായിട്ടുള്ള സന്ദേശം നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ പെൻഷൻ തുക കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അപേക്ഷകളൊക്കെ തന്നെ അയോഗ്യമായിട്ട് കണക്കാക്കുന്നതാണ്. നിലവിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കും അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ സ്കീമുകളിലേക്കുമൊക്കെ തന്നെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇതിനായി താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ പദ്ധതികളിൽ ഭാഗമാകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതിനാൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഇവിടെ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ആവശ്യമായ വിഭാഗങ്ങൾക്ക് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രവും അതുപോലെ തന്നെ വീടിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വ്യക്തമാക്കുന്ന സത്യവാങ്മൂലവും അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഗുണഭോക്താവിൻ്റെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോ തുടങ്ങിയ രേഖകളും കൃത്യമായിട്ട് സമർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 3 ഇന്നലെ വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 125 രൂപ കൂടി 13,475 രൂപയും പവന് 1000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.